ഹായ് ആൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണ്. ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ആൻറ്റിക് ബോട്ടിൽ ആർട്ട് ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബോട്ടിലാണ്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഈ ഒരു ബോട്ടിൽ ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പല കൂട്ടുകാരും ഇങ്ങനെ സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ ഗമ്മ് പോകാനായിട്ടുള്ള ഐഡിയാസ് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതും കൂടി ഇതിലോട്ട് പറയുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുക്കുക. ഈ ഒരു ബോട്ടിലിൻ്റെ സ്റ്റിക്കറിന് അത്ര വലിയ ഗമ്മൊന്നുമില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, എന്നാലും ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റിക്കറുള്ള ബോട്ടിലുകളുടെ സ്റ്റിക്കർ അങ്ങ് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഗ്ലൂ ഉണ്ടല്ലോ അത് കളയാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മുടെ കിച്ചണിൽ പാത്രം കഴുകുന്ന സ്ക്രബ് ഉണ്ടല്ലോ അത് വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ടെങ്കിൽ അത് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ നല്ല ഭംഗിയായിട്ട് ക്ലീൻ ആവും. അതും അല്ലെങ്കിൽ കുറച്ച് സാനിറ്റൈസർ എടുത്തിട്ട് അത് ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലൊന്ന് റെഡിയാക്കി എടുത്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലോട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഫെവിക്കോളാണ്. ഞാനിപ്പോൾ ആ ഒരു ഫാബ്രിക് ഗ്ലൂവിൻ്റെ ബോട്ടിലിനകത്തോട്ട് ഇട്ട് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു പോർഷനിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അവിടെ മാത്രമാണ് നമ്മളിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആ ചെയ്യുന്നത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനിയൊരു സംഭവം യൂസ് ചെയ്യുന്നത് എവിടം വരെയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഇതാണ്. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ആപ്പിളിനൊക്കെ എപ്പോഴും ഇങ്ങനത്തെ ഒരു കവർ ഇട്ടിട്ട് വരും. അതല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലുകളൊക്കെ മേടിക്കുമ്പോൾ ചില ടൈപ്പ് ഓഫ് ബോട്ടിലുകളിൽ എണ്ണ, ഓയിൽ അങ്ങനത്തെ ബോട്ടിലുകളിലൊക്കെ ഇതുപോലത്തെ കവർ വരും. അപ്പോൾ ഇങ്ങനത്തെ കവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറ് എന്നിട്ട് ആ ഗ്ലൂ ഇട്ട ബോട്ടിൻ്റെ മുകളിലൂടെ നമ്മൾ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഗ്ലൂ ആയിട്ട് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഗ്ലൂ ആയിട്ട് അറ്റാച്ച് ആയിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് കളർ പെയിൻ്റാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആക്രിലിക് പെയിൻ്റാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആവണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ബോട്ടിലിന് ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം ഈ ഒരു ഫോം ഇട്ടിട്ട് അതിന് വേറെ പിന്നീട് കളർ കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു കളർ ആവാനും കുറച്ചധികം പെയിൻറ്റ് യൂസ് ചെയ്യും. ഇടാൻ കളർ അഴക്കാൻ കുഴപ്പമില്ല, പക്ഷെ പെയിൻറ്റ് കുറച്ച് അധികം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ പെയിൻറ്റ് കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ബോട്ടിലിന് ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഫോം ഷീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഫോം ഷീറ്റിന് കളർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ബോട്ടിലിന് ആദ്യം ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ബോട്ടിൽ ഉണങ്ങാനൊന്നും നിൽക്കണമെന്നില്ല. നമുക്ക് ബോട്ടിലിന് പെയിൻറ്റ് കൊടുത്തിട്ട് അതുമേ അങ്ങ് ഫോം ഷീറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ പെയിൻറ്റ് ബ്ലാക്ക് കളർ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ ഒന്ന് കൊടുത്തെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാക്ക് കളറൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. ബ്ലാക്ക് കളറൊന്ന് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതുപോലത്തെ ആൻറ്റിക് കളേഴ്സാണ്. പേൾ കളേഴ്സും യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കളർഫുൾ പേൾസ് അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതും ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. ഇത് ഫോക്കാർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു എന്തിലെങ്കിലും ഇട്ടിട്ട് സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇതുപോലെ കാണുന്ന പോലെ കുറച്ച് എടുത്തിട്ട് സ്പോഞ്ചിൽ ഡിപ്പ് ചെയ്ത് എക്സസ് ആയിട്ടുള്ളത് പുറത്ത് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കളേഴ്സ് ഒരുപാട് വരണ്ട, ജസ്റ്റ് അവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സും യൂസ് ചെയ്യാം കേട്ടോ. പേൾ കളേഴ്സോ ആൻറ്റി കളേഴ്സോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇതൊരു പർപ്പിൾ ബ്ലൂ പർപ്പിൾ 2 ഷെയ്ഡുകൾ വരുന്നതാണ്. അപ്പോൾ അത് ഞാൻ ബോട്ടിലിൻ്റെ മുകളിലോട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്, നെക്കുമ്മലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഓഡ് ലുക്കായിട്ട് നിൽക്കില്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കളറ്. അപ്പോൾ അവിടെയായിട്ട് ബ്ലാക്കിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന വിധത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു കളർ ഇങ്ങനെ കൊടുത്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു എന്തെങ്കിലും ഒരു ഷീറ്റിലോ എന്തെങ്കിലും എടുത്തിട്ട്
അതിന് ശേഷം സ്പോഞ്ചിലാക്കിയിട്ട് എക്സസ് കളഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അതിനൊന്നും കൂടെ ഒന്ന് ലുക്ക് ആക്കാനായിട്ട് ഞാൻ എന്താ ഒരു കോപ്പർ കളർ എടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇതിലോട്ട് ആക്കുന്നുണ്ട്. അതും സെയിം പോലെ തന്നെ സ്പോഞ്ചിലെടുത്തതിന് ശേഷം ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് എവിടെയായിട്ട് ഒന്നിങ്ങനെ ആ സ്പോഞ്ച് ഇങ്ങനെ ഉരച്ചു കൊടുക്കുകയാണ്. സ്പോഞ്ചിൽ വളരെ കുറച്ചേ ഉള്ളൂ, ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ആ ബ്രോൺസ് കളർ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലായിടത്തും വെക്കുന്നില്ല, ജസ്റ്റ് ആ ഒത്തിരി എടുത്തിട്ട് ആ കുറച്ചുകൊണ്ട് തന്നെ നമ്മുടെ നെക്കിൻ്റെ ഭാഗവും അതുപോലെ ആ ഫോമിലും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ നെക്ക് പോർഷനിൽ ഞാനൊന്ന് വൂള് കെട്ടി കൊടുക്കുകയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൂള് ചെയ്യുന്നത്. ഈ വൂളിന് പകരമായിട്ട് നമുക്ക് ജൂട്ട് ത്രെഡ് അല്ലെങ്കിൽ റിബൺ ഒക്കെ ആയാലും മതി, അതല്ലെങ്കിൽ ഒന്നുമില്ലാണ്ട് ഈ നമ്മുടെ ഫോം ഷീറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താലും നന്നായിരിക്കും കേട്ടോ. അതിന് ശേഷം എന്താ നമ്മൾ ഫുൾ കെട്ടിയതിന് ശേഷം ഞാനൊരു ത്രെഡ് ഇതുപോലെ വെറുതെ നെക്കിൽ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് നമുക്ക് പല ബോട്ടിനും ഒരു ഇങ്ങനെ ഹാങ്ങിങ് പോലെ കൊടുക്കാനാണ് ഇങ്ങനെ നീളത്തിലിട്ടതിന് ശേഷം ഒന്നിങ്ങനെ വെറുതെ ഒന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു നെക്കിൽ കിടക്കുന്ന ആ ഒരു വിധത്തിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ ആൻറ്റിക്കിന് വേണ്ടി കൊടുത്ത ആ ഒരു ബ്ലൂ കളറും ബ്രോൺസ് കളറും നമ്മളുടെ ഈ ഒരു വൂളുമ്മലും നമ്മളിതുപോലെ കൊടുത്തെടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നമ്മുടെ ആ സെയിം വൂള് തന്നെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ബീഡ്സൊക്കെ വെച്ചാൽ മതി, ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ അതിനും കൂടെ ഒന്ന് ആൻറ്റിക് ഷെയ്ഡ് കൊടുത്തു കേട്ടോ. അപ്പോഴാണ് അതൊരു ഭംഗിയായത്. വൈറ്റായിട്ട് നിൽക്കുമ്പോൾ അതൊന്ന് ഒരു ഓഡ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കളേഴ്സൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫോം ഷീറ്റ് ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ നെക്കിൽ കൊടുക്കാതെ ഈ ഫോമിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു പീസ് ഫ്ലവർ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ലുക്കായിരിക്കും. അതല്ലെങ്കിൽ ഫ്ലവർ ഒന്നും ഇല്ലാതെ ഫുള്ളായിട്ട് ഈ ഒരു ഫോം ഷീറ്റ് കവർ ചെയ്തിട്ടിട്ടായാലും ഭംഗിയാണ്. അതല്ലെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് വൂള് ഇല്ലാതെ ചെയ്താലും ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് പല ഡിഫറെൻറ്റ് സ്റ്റൈലിലും ഡിഫറെൻറ്റ് മെത്തേഡ്സിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസിയായിട്ടും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ആകപ്പാടെ ആ ബ്ലാക്ക് പെയിൻറ്റുകൾ ഉണങ്ങുന്ന ടൈം മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ നമുക്ക് കാറ്റോ വെയിലൊക്കെ ഉള്ളിടത്ത് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബോട്ടിലാട്ട് ഇതാണ്, വളരെ ഈസിയായിട്ടും വളരെ പെട്ടെന്നും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യേണ്ടി. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോ ഫേസ്ബുക്ക് ഐ ഡിയിലോ ഒന്ന് അയച്ചു തരിക കേട്ടോ. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയും പറയട്ടെ, നമ്മളുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉള്ളവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് വരുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിടും കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പല കൂട്ടുകാരും നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് വീഡിയോ ഇടുന്നത് അറിയുന്നില്ലെന്ന്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യണേ. ഓൾ എന്ന ഓപ്ഷൻ തന്നെയാണോ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് എന്ന്. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.